Hi dears and welcome to a new video. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ 2020ന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇനി തേർഡ് അലോട്ട്മെന്റിലേക്കാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന്റെ എങ്ങനെയായിരിക്കും അഡ്മിഷൻ, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ ഒരുപാട് പേരായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ ചില കോളേജസ് ടെമ്പററി അഡ്മിഷൻ എടുത്തു, അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തു. ഇനി തേർഡിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജ് തന്നെ നമുക്ക് തേർഡിൽ കിട്ടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജ് നമുക്ക് നഷ്ടപ്പെടുമോ, അങ്ങനെ ഒരുപാട് മെസ്സേജസ് ആയി വരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം എന്തൊക്കെയാണ് ഇനി തേർഡ് അലോട്ട്മെന്റിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ്. അഡ്മിഷനിൽ സ്ലൈറ്റ് ചേഞ്ചസ് ഉണ്ട്, സെക്കൻഡ് പോലെയല്ല തേർഡിൽ വരുന്നത്. അപ്പോൾ അതെന്താ കാര്യം എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. തേർഡ് അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇനി തേർഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ ലഭിക്കുമ്പോൾ അല്ല അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. അപ്പം വെബ്സൈറ്റൊക്കെ ഇനിയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. admissions.uoc.ac.in എന്ന വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സെക്കൻഡ് അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്യാപ്പ് ഐ ഡിയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് അവിടെ കാണാം. പിന്നെ നിങ്ങൾ മാൻഡേറ്ററി ഫീ ഒക്കെ ഇപ്പോൾ അടച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിൽ എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, ടെമ്പററി പെർമനന്റ് അഡ്മിഷൻസ് എങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കാരണം അവർക്ക് ഹയർ ഓപ്ഷൻസ് വേറെ വരാനില്ല, അതുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിരുന്നു. ഇനി മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി തേർഡ് അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പം ഇത് തേർഡ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ തേർഡ് അലോട്ട്മെന്റിൽ ഒരു വ്യത്യാസമുണ്ട് സെക്കൻഡിനെ അപേക്ഷിച്ച്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ തേർഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് മാൻഡേറ്ററി ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ആയാലും സെക്കൻഡ് അലോട്ട്മെന്റ് ആയാലും തേർഡ് ആയാലും ഇനി ഫർദർ ഏത് അലോട്ട്മെന്റ്സ് ആയാലും നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാലേ നിങ്ങൾ ഫർദർ അലോട്ട്മെന്റ്സിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ, അതേപോലെ അഡ്മിഷൻ ലഭിക്കാനായിട്ട് സാധിക്കുള്ളൂ. കുറച്ച് പേരെങ്കിലും മെസ്സേജ് അയച്ചിരുന്നു ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കാൻ മറന്നു എന്ന്. അപ്പോൾ അതൊരു കാര്യമായ പ്രശ്നം തന്നെയാണ്. മാൻഡേറ്ററി ഫീ എന്തായാലും അടയ്ക്കണം എന്ന് എല്ലാ രീതിയിലും നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഐ തിങ്ക് ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, മാൻഡേറ്ററി ഫീ അടയ്ക്കുക. ഇതുവരെയായിട്ടും അടച്ചിട്ടില്ലെങ്കിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങളെ അഡ്മിഷനിലേക്ക് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇനി ക്യാപ്പിലേക്ക് നിങ്ങൾ ബാക്കി നിൽക്കണം എന്നുണ്ടെങ്കിൽ, മറ്റ് പ്രോസസ്സ് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നിങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കുക. ഓക്കെ, അത് മാൻഡേറ്ററി ഫീ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലേക്ക് അടയ്ക്കേണ്ട ഫീസാണ്. അപ്പോൾ കോളേജിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പം കോളേജിന് അടയ്ക്കേണ്ട ഫീ കോളേജിലാണ് അടയ്ക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കോളേജാണ് നടത്തുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കോളേജിനെ ബന്ധപ്പെട്ട് ചോദിക്കുക. മാൻഡേറ്ററി ഫീ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ നടത്തിയതിനുള്ള യൂണിവേഴ്സിറ്റിയുടെ ഫീ ആണ്. അപ്പോൾ അത് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കാം. അത് അടയ്ക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. എത്രയാ ഫീസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മാൻഡേറ്ററി ഫീ അടയ്ക്കാൻ വിട്ടുപോയാൽ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താവും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അതാണ് കാര്യം. ഇനി നമുക്കിപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ, പെർമനൻറ്റ് അഡ്മിഷൻ എന്നീ രണ്ട് കാറ്റഗറി ഓഫ് അഡ്മിഷൻ ഉണ്ടായിരുന്നു അല്ലേ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ആണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്കത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക, കോളേജിലെ ഫീ അടയ്ക്കുക, അങ്ങനെ കുറേ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് അല്ല, നിങ്ങൾക്ക് അതിൻ്റെക്കാളും ഹയർ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ. അപ്പോൾ ടെമ്പററി അഡ്മിഷനാണ് എടുത്തതെങ്കിൽ എന്താ ചെയ്യുക, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കുക, ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് വെയിറ്റ് ഫോർ ദ തേർഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ കോളേജിനെ ബന്ധപ്പെടേണ്ട കാര്യമില്ല. അതായത് കോളേജിൻ്റെ ഫീയോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി തേർഡ് അലോട്ട്മെൻറ്റ് വരികയാണെന്ന് കരുതാം. പ്രിസ്ക്രൈബ് ഡേറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടെമ്പററി അഡ്മിഷൻ എന്ന പ്രോസസ്സ് തേർഡ് അലോട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ എന്താ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അത് ഏത് കോളേജ് ആയാലും ഏത് ഓപ്ഷൻ ആയാലും നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. ഇപ്പോൾ നിങ്ങൾക്കൊരു 6th ഓപ്ഷനൊക്കെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. പക്ഷേ എനിക്കൊരു തേർഡ് ഓപ്ഷനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ 5th 6th ഓപ്ഷൻ ലഭിച്ച ആ കുട്ടി ആ ഒരു ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് ഹയർ ഓപ്ഷൻസ് നിലനിർത്തുക. അതായത് നിങ്ങൾ ക്യാപ് ഐ ഡി ഒക്കെ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തിട്ട് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട, ഹയർ ഓപ്ഷൻസ് അവിടെ നിന്നോട്ടെ. പെർമനൻറ്റ് അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റ് കാര്യമാണ് പറയുന്നത് കേട്ടോ. തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5th ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ട് ഹയർ ഓപ്ഷൻസ് നിലനിർത്തുക. അങ്ങനെയാണെങ്കിൽ ഇനി ഫർദർ അലോട്ട്മെൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട കോളേജാണ് കിട്ടിയത്, ഒരു 5th ഓപ്ഷൻ ആണെങ്കിൽ പോലും ആ കോളേജ് ഓക്കെ ആണ് എന്നാണെങ്കിൽ നിങ്ങളവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ അവിടെ അവൈലബിൾ അല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ രീതിയിൽ ഹയർ ഓപ്ഷൻസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പം. അപ്പോൾ ഇതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി ഫർദർ അലോട്ട്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ്, അങ്ങനെ പല അലോട്ട്മെൻറ്റ്സും വരുന്നുണ്ട്. പിന്നെ സീറ്റ് വേക്കൻസീസ് കൂടുതൽ വീണ്ടും ഉണ്ടെങ്കിൽ അഡീഷണൽ അലോട്ട്മെൻറ്റ്സ് ഒക്കെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ സീറ്റിനനുസരിച്ച് എത്ര സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്, ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും ഓരോ കോളേജസിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ ഫർദർ അലോട്ട്മെൻറ്റ്സ് വരിക. അപ്പം ഇതാണ് തേർഡ് അലോട്ട്മെൻറ്റിനെ പറ്റി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച എല്ലാവരും തന്നെ മാൻഡേറ്ററി ഫീ അടയ്ക്കുക. ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ സെലക്ട് ചെയ്യുക. തേർഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ ഹയർ ഓപ്ഷൻസ് നിലനിർത്താം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റിലെ നിങ്ങളുടെ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് അഡ്മിഷൻ. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. ഈ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. താങ്ക് യു.